ഇന്നലെ കേരളം മൊത്തം നമ്മൾ കേട്ട് ഞെട്ടിയതാണ് ഇതാ ഈ കഥ. അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു ചായ കൊടുക്കാത്തതിന്റെ പേരിൽ. സത്യം തന്നെയാണ്, നടന്ന കഥ തന്നെയാണ്, നമ്മുടെ മലപ്പുറത്ത് നടന്നതാണ്. പക്ഷേ അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കഥകളുണ്ട്. ആ അമ്മ വെട്ടിക്കൊല്ലാനുണ്ടായ സാഹചര്യങ്ങൾ, ആ അമ്മയ്ക്ക് എന്തായിരുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയെ ന്യായീകരിക്കുകയോ ആ അമ്മയെ അല്ലെങ്കിൽ എന്താ പറയാ ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല, അമ്മ ചെയ്ത തെറ്റല്ല എന്ന് പറയാൻ വേണ്ടി വന്നതല്ല. സത്യം പറയുകയാണെങ്കിൽ ആ അമ്മ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണ്. ഷുഗർ പേഷ്യൻ്റ് നമുക്കറിയാം, അവർ ഇൻസുലിനൊക്കെ എടുക്കുന്ന ഒരു അമ്മയാണ്. ഇൻസുലിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം വിശക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഷുഗറുള്ള ആൾക്കാരെ നമുക്കറിയാൻ പറ്റും, അവർക്ക് എപ്പോഴും വിശപ്പ് കൂടുതലാണ്. ഈ മരുമകളെന്ന് പറയുന്ന ഈ മരണപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന ആ അമ്മയോട് ഭയങ്കരമായി ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീയാണ്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ആ അമ്മ വെക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വെക്കാൻ സമ്മതിക്കാതെ ഗ്യാസും മറ്റുമൊക്കെ ഓഫ് ചെയ്യുന്ന ഒരു പെണ്ണായിരുന്നു. ഈ സംഭവിക്കുന്ന ദിവസവും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ അമ്മ ഇൻസുലിൻ എടുത്തിട്ട് ആ അമ്മയ്ക്ക് വിശക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ആ അമ്മ ചായ ഉണ്ടാക്കാൻ പോയപ്പോൾ ആ ഗ്യാസും ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇതാക്കി. അവസാനം സഹികെട്ടിട്ടാണ് ആ അമ്മ ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും കൊലപാതകമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ അത് നിങ്ങളുടെയും കൂടി ഉമ്മയാണെന്ന് മനസ്സിലാക്കണം. അത് പലരും മനസ്സിലാക്കാറില്ല. അതിനിപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും മറ്റുള്ളവരുടെ വൈഫാണെങ്കിലും നമ്മൾ ആണുങ്ങളെപ്പോഴും ക്ഷമിക്കാറുണ്ട്. പലപ്പോഴും നമ്മളെ ഉമ്മമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആണുങ്ങൾ കൂടുതലും ക്ഷമിച്ചിട്ട് അത് വയസ്സായത് കൊണ്ടാവും, അത് ഒഴിവാക്കിയേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കും. കാരണം വേറെന്താണെന്നറിയോ, ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു ദാമ്പത്യം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സാക്രിഫൈസ് ചെയ്യും നമ്മൾ ആണുങ്ങൾ. പെണ്ണുങ്ങൾക്ക് ഒരിക്കൽ പോലും ഈ നമ്മുടെ ഉമ്മമാരെ അവരുടെ ഒരു റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ കാണാനൊന്നും പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു അകഴ്ച തന്നെയാണ്. അതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് കേട്ടോ, എല്ലാ അമ്മായിമാരും കറക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ അമ്മായിമാർക്കും അവരുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഈ മരുമക്കളെ സ്നേഹിക്കാനും കഴിയാറില്ല. സ്വന്തം മക്കൾ വീട്ടിൽ വരുമ്പം, പെൺമക്കൾ വീട്ടിൽ വരുമ്പം വളരെ സന്തോഷത്തോടും മറ്റും ഇതും അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ, അവിടുത്തെ ഇത് നീ ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ മറ്റു കുട്ടി വീട്ടിൽ കയറി വരുമ്പോഴേ ഈ അമ്മയ്ക്കും പ്രശ്നമാണ്, തല്ലും പോലും ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്, ഈ അമ്മായിപ്പോര്. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ ഈ സീരിയലുകളാണ്. ഏത് സീരിയൽ എടുത്തു കഴിഞ്ഞാലും അമ്മായി അമ്മ മരുമോള് തല്ലും പ്രഭമാണ്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് അതൊരു ഹരമായി മാറിയിരിക്കുകയാണ് ഈ സീരിയലുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇത്തരം ഈ അമ്മായിയമ്മ പോര്, മരുമോൾ പോരൊക്കെ പണ്ട് കാലത്തെ ഉണ്ട്. പക്ഷെ ഇത്ര തീവ്രമായിട്ടൊക്കെ നടക്കുന്നത് ഈ സീരിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ഈ സാധനങ്ങൾ നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം ഏത് സീരിയൽ എടുത്തു കഴിഞ്ഞാലും ഒരു അമ്മായിയമ്മ ഉണ്ടാവും, ഒരു മരുമോൾ ഉണ്ടാവും, ആ വീട്ടിലൊരു നിരന്തര അടി ഉണ്ടാവും. ഇതൊക്കെ കണ്ടല്ലേ നമ്മുടെ സമൂഹം വളരുന്നത്, ഇല്ലേ? എന്നിരുന്നാലും ന്യായീകരിക്കുന്നതെന്നുമല്ല, അമ്മ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതാണ് സാഹചര്യം, ആ അമ്മ ചെയ്യാൻ ഉണ്ടായ സാഹചര്യം ഇതാണ്. നമ്മളൊക്കെ ഇങ്ങനെ വാദോരാതെ പറഞ്ഞിരിക്കുകയാണ്, ചായ കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മ മരുമകളെ വെട്ടിക്കൊന്നു. അതല്ലെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ സാഹചര്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരിമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ അത് നിങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് കാണാനും നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ അമ്മമാരും ചെയ്യേണ്ടത്, അത് മറ്റൊരു കുട്ടിയല്ല, എൻ്റെ മകൻ്റെ കെട്ടിക്കൊണ്ട് വന്ന മോളാണ്, എൻ്റെ മോളെപ്പോലെയാണ് അല്ലെങ്കിൽ എൻ്റെ മോളാണ് എന്നൊരു ചിന്താഗതി നിങ്ങൾക്കും ഉണ്ടായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോകൂല. അതാണ് പറയാനുള്ളത്. അപ്പം ശരിയെന്നാ, ബൈ.